അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണം നിരീക്ഷണത്തിലായിരുന്ന 4 കുട്ടികളുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂരുണ്ട് നമ്മളോടൊപ്പം. ആനന്ദ്, കുട്ടിയുടെ ആരോഗ്യനിലയുടെ നിലവിലെ സാഹചര്യം എന്താണ്? വിവരങ്ങൾ. അതിര ഈ 5 വയസ്സുകാരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ആശ്വാസകരമായ ചെറിയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്, ഈ രോഗലക്ഷണവുമായി ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന 4 കുട്ടികളുടെ ഫലം ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ മലപ്പുറം മുന്നൂർ സ്വദേശിയായ 5 വയസ്സുകാരെ ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രോഗത്തിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളില്ല. ഫലപ്രദമെന്ന് കരുതുന്ന 6 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ ചികിത്സ നൽകുന്നത്. അതിൽ നിന്ന് ഒരു മരുന്ന് എന്തായാലും വിദേശത്ത് നിന്ന് എത്തിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഇതിനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ റിസൾട്ട് വന്ന 4 കുട്ടികളുടെയും ഫലം നെഗറ്റീവ് ആയിരിക്കുകയാണ്. ആതിര, ആനന്ദ്, കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആനന്ദ് തന്നെ പറഞ്ഞിരുന്നു മരുന്ന് ലഭിക്കാനുള്ളതിന്റെ പ്രശ്നത്തെ പറ്റി. അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഈ വിദേശത്ത് നിന്ന് എത്തിക്കേണ്ട മരുന്നിന്റെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ ആ മരുന്ന് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ രോഗത്തെ ഫലപ്രദമായ മരുന്നുകളില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നൽകുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ നില ഇപ്പോഴും അതിതീവ്രമായി തന്നെ തുടരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.